എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മിഷൻ PYQ 6ലേക്കാണ് കടക്കുന്നത്. എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിന്റെ പേരാണ് സാമീപ്യ നിയമം, സാമ്യതാ നിയമം, സമ്പൂർണ്ണ നിയമം, തുടർച്ചാ നിയമം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ശേഷം ആൻസർ ചെയ്യുക. രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഗസ്റ്റാൾട്ട് സൈക്കോളജി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഏരിയയാണ്, ഒരു മേഖലയാണ്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്. സാമീപ്യ നിയമമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സാമീപ്യ നിയമമാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ എ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ആണ് എങ്കിൽ ബുദ്ധിമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടും? ശരാശരി, മൂഢബുദ്ധി, മന്ദബുദ്ധി, ക്ഷീണബുദ്ധി. ഓപ്ഷൻ ശ്രദ്ധിക്കുക, ശേഷം ആൻസറിലേക്ക് എത്തുക. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. മൂഢബുദ്ധിയാണ് കേട്ടോ. മൂഢബുദ്ധിയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? അനുപൂരണം, തദാത്മീകരണം, ഉദാത്തീകരണം, ധമനം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഉദാത്തീകരണമാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഉദാത്തീകരണമാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ആശയ രൂപീകരണത്തിന്റെ പ്രക്രിയ ഘട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ സംവേദനം, വർഗീകരണം, പ്രത്യക്ഷണം, സാമാന്യവൽക്കരണം. ഓപ്ഷൻ ബി സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. ഓപ്ഷൻ സി നോക്കിയേ, പ്രത്യക്ഷണം, വർഗീകരണം, സംവേദനം, സാമാന്യവൽക്കരണം. ഓപ്ഷൻ ഡി വർഗീകരണം, സംവേദനം, പ്രത്യക്ഷണം, സാമാന്യവൽക്കരണം. ഇങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസിന്റെ ക്രമീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ നോക്കിയ ശേഷം ആൻസറിലേക്ക് വരാൻ ശ്രമിക്കുക. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഏതാണ്? സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. കൂട്ടത്തിൽപ്പെടാത്തതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. മാക്സ് വെർത്തിമർ, ജോൺ മേയർ, ഡാനിയൽ ഗോൾമാൻ, പീറ്റർ സലോവ. ഒന്ന് നോക്കിയേ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നതെന്ന്. കൂട്ടത്തിൽ പെടാത്തതാണ് കേട്ടോ ചോദ്യം. കൂട്ടത്തിൽ പെടാത്തതാണ്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കേട്ടോ. മാക്സ് വെർത്തിമർ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അതിനുള്ള റീസൺ നോക്കിക്കേ. അപ്പൊ ബാക്കി 3 പേര് ആരാന്ന് അറിയണ്ടേ? ജോൺ മേയറും ഡാനിയൽ ഗോൾമാനും പീറ്റർ സലവ എന്നിവർ വൈകാരിക ബുദ്ധി. ഇവര് 3 പേരും എന്തായിട്ട് ബന്ധപ്പെട്ടവരാണ്? വൈകാരിക ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഈ പറയുന്ന 3 കക്ഷികൾ. ഈ പറയുന്ന 3 പേര്, ജോൺ മേയർ, ഡാനിയൽ ഗോൾമാൻ, പീറ്റർ സലവ, വൈകാരിക ബുദ്ധിയാണ് കേട്ടോ. വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടവരാണ് ഈ പറയുന്ന 3 കക്ഷികൾ. നമ്മുടെ കൂട്ടത്തിൽ പെടാത്ത നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മാക്സ് വെർത്തിമർ ആണ്. ബാക്കി 3 പേരെന്ന് പറയുന്നത് വൈകാരിക ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കക്ഷികളാണ്. ഓക്കെ.
അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വച്ചത് ആര്? അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വച്ചത് ആര്? ഫ്ലേവൽ, കാൾ റോജേഴ്സ്, RB കാറ്റൽ, വില്യം റീച്ച്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക, എന്നിട്ട് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വച്ചത് ആരെന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ഫ്ലേവൽ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ചിന്തയുടെ വിലയിരുത്തലും നിയന്ത്രണവുമാണ് അതീത ചിന്ത എന്ന് പറയുന്നത്. അതീത ചിന്തയാണ് ഇവിടെ ചോദ്യം. ചിന്തയുടെ വിലയിരുത്തലും നിയന്ത്രണത്തെയും വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അതീത ചിന്ത എന്ന് പറയുന്നത്. 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡിയെ തിരഞ്ഞെടുക്കുക. ഘട്ട സിദ്ധാന്തം ജീൻ പിയാഷെ, ബോധന ഉദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം, സഹവർത്തിത്വ പഠനം വൈഗോട്സ്കി, വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട്. തെറ്റായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. തെറ്റായ ജോഡി ഈ ചോദ്യത്തിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റായ ജോഡി എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട് എന്നതാണ് നമ്മുടെ ഇവിടുത്തെ റോങ് ആയി വരുന്ന ആൻസറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വായനാ പരിശീലനത്തിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി ഏതാണ്? ആശയദാന മാതൃക, പ്രക്രിയ അധ്യാപനം, പ്രതിക്രിയ അധ്യാപനം, സ്കിമ്മിംഗ്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച ശേഷം ആൻസറിലേക്ക് എത്തുക. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പ്രതിക്രിയ അധ്യാപനമാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. JB ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: പരിണിത രൂപങ്ങൾ, കാഴ്ച, അർത്ഥപരം, പ്രതീകങ്ങൾ. ഏതായിരിക്കും? ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ആണ് കേട്ടോ. പരിണിത രൂപങ്ങളാണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ, പരിണിത രൂപങ്ങളാണ് നമ്മുടെ ഉത്തരമായിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ ആണോ? നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 10ാമത്തെ ചോദ്യം ഇതാണ്. നിർദ്ദേശരഹിത കൗൺസിലിംഗ് സമീപനത്തിന്റെ പ്രയോക്താവ് ആര്? നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെ വക്താവാണ് ചോദിച്ചിരിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ റോജേഴ്സ്, EG വില്യംസൺ, BF സ്കിന്നർ. ആരായിരിക്കും? ഓക്കെ, ഒരു സംശയം വേണ്ട, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കാൾ റോജേഴ്സ് ആണ് കേട്ടോ. അപ്പൊ 10 ചോദ്യങ്ങളാണ് ഇതിനോടകം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാ ചോദ്യങ്ങളും എല്ലാത്തിനും നിങ്ങൾ ആൻസർ ചെയ്യാൻ കഴിഞ്ഞെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാക്സിമം ഓരോ ചോദ്യങ്ങളും വായിച്ച് തന്നെ അതിന്റെ ഉത്തരത്തിലേക്ക് എത്തുക. എടുത്തുചാടി ഉത്തരങ്ങൾ കൊടുക്കാനോ അങ്ങനെ വരുമ്പോൾ തെറ്റിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ കൂടും. മാക്സിമം ആലോചിച്ച് മാത്രം നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തുക. എനിവേ, താങ്ക് യു.